അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കാൻറ്റർബറി ടെയിൽസ് ആണ്. ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടാണ് നോക്കേണ്ടത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. കാൻറ്റർബറി ടെയിൽസ് ആരാണ് എഴുതിയത്? ജെഫ്രി ചോസർ അല്ലേ? വൺ ഓഫ് ദ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഏർലി വർക്ക്സ് ഇൻ മിഡിൽ ഇംഗ്ലീഷ്. ഇനി ഇത് ഡയലക്റ്റ് ആണ് ചോദിക്കുന്നതെങ്കിലോ ഈസ്റ്റ് മിഡ്ലാൻഡ് ഡയലക്റ്റ്. അന്നത്തെ സാധാരണക്കാരുടെ ലാംഗ്വേജ് ആയ ഇംഗ്ലീഷിലാണ് ഇത് എഴുതപ്പെട്ടത്. സോ അവരുടെ വെർണാക്കുലർ ലാംഗ്വേജ് ആയിരുന്നു ഇംഗ്ലീഷ്. ബൊക്കാഷിയോയുടെ ഡെക്കാമറൻ എന്ന വർക്കിൽ ഇൻസ്പയർഡ് ആയിട്ട് ചോസർ എഴുതിയ വർക്കാണ് ദി കാൻറ്റർബറി ടെയിൽസ്. സോ മുന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ബൊക്കാഷിയോയുടെ സെക്കൻഡ് ഫിലോസ്ട്രാറ്റോയിൽ ഇൻസ്പയർഡ് ആയിട്ട് ചോസർ എഴുതിയ വർക്കാണ് ട്രോയിലസ് ആൻഡ് ക്രിസീഡെ. സോ മാറിപ്പോരുത്, ബൊക്കാഷിയോയുടെ ഡെക്കാമറൽ ഇൻസ്പയർഡ് ആയിട്ട് ചോസർ എഴുതിയത് ദി കാൻറ്റർബറി ടെയിൽസും സെക്കൻഡ് ഫിലോസ്ട്രാറ്റോയിൽ ഇൻസ്പയർഡ് ആയിട്ട് ചോസർ എഴുതിയത് ട്രോയിലസ് ആൻഡ് ക്രിസീഡയും ആണ്. സോ ദി കാൻറ്റർബറി ടെയിൽസ് എന്ന വർക്ക് 14th സെഞ്ച്വറി ഇംഗ്ലണ്ടിലെ സോഷ്യോ എക്കണോമിക് പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് പോർട്രേ ചെയ്യുന്ന ഒന്നാണ്. സോ ഇറ്റ് പോർട്രേസ് ദ കണ്ടീഷൻ ഓഫ് 14th സെഞ്ച്വറി ഇംഗ്ലണ്ട്. ചോസറാണ് നാരേറ്റർ. ഈ ഒരു കാൻറ്റർബറി ടെയിൽസിൽ 29 പിൽഗ്രിംസിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഈ 29 പിൽഗ്രിംസും ലണ്ടനിൽ നിന്ന് സെൻറ്റ് തോമസ് ബെക്കറ്റിൻ്റെ കാൻറ്റർബറിയിലുള്ള സെൻറ്റ് തോമസ് ബെക്കറ്റിൻ്റെ കത്തീഡ്രലിലേക്കാണ് യാത്ര പോകുന്നത്. അതൊരു തീർത്ഥാടന കേന്ദ്രമാണ്. അവിടത്തേക്കാണ് ഈ 29 പിൽഗ്രിംസും പോകുന്നത്. കാൻറ്റർബറിയിലേക്ക് പോകുന്ന വഴിക്ക് ഈ 29 പിൽഗ്രിംസും മീറ്റ് ചെയ്യാണ്. എവിടെ വെച്ച്? ദ മീറ്റ് അറ്റ് ദ ടെബാർഡ് ഇൻ സൗത്ത്റക്ക്. സൗത്ത്റക്കിലെ ടെബാർഡ് ഇന്നിൽ വെച്ചിട്ടാണ് ഇവർ മീറ്റ് ചെയ്യുന്നത്. ടെബാർഡ് ഇൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് വെച്ചാൽ ഒരു സത്രം, അവിടെ വെച്ചിട്ടാണ് ഇവർ മീറ്റ് ചെയ്യുന്നത്. ആ ഇന്നിൻ്റെ കീപ്പറാണ് ഹാരി ബെയ്ലി. ഹി ഈസ് ദ ഹോസ്റ്റ് ഓഫ് ദ ടെബാർഡ് ഇൻ. ആ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ഹി ഈസ് എ ലാർജ് മാൻ, ദെൻ കമാൻഡിങ് മാൻ വിത്ത് പ്രൊമിനൻറ്റ് ഐസ് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹം ഒരു വിറ്റി പേഴ്സൺ ആണ്. ഹി ആക്ട് ആസ് ദ ലീഡർ ഓഫ് ദ പിൽഗ്രിംസ്. സോ ഹാരി ബെയ്ലി പറയാണ്, കാൻറ്റർബറിയിലേക്ക് പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും ഓരോരുത്തരും 2 സ്റ്റോറി വെച്ച് പറയണം. ടോട്ടൽ ഒരാൾ 4 സ്റ്റോറി പറയണം. ഈച്ച് പേഴ്സൺ വിൽ ടെൽ 4 tales, 2 on the way to the shrine and 2 on the way back. ഈ സ്റ്റോറീസാണ് കാൻറ്റർബറി ടെയിൽസിൽ ഉള്ളത്. ഒറിജിനലി പ്ലാൻ ചെയ്തത് 120 സ്റ്റോറീസ് എഴുതാനായിരുന്നു. ബട്ട് 24 ടെയിൽസ് മാത്രമേ എഴുതിയുള്ളൂ. അതിൽ 2 എണ്ണം അൺഫിനിഷ്ഡ് ടെയിലാണ്. സോ 22 ടെയിൽ മാത്രമേ കംപ്ലീറ്റഡ് ആയിട്ടുള്ളൂ. അതിൽ 2 എണ്ണം അൺഫിനിഷ്ഡ് ആണ്. അത് അൺഫിനിഷ്ഡ് ടെയിലാണ് ദ സ്ക്വയേഴ്സ് ടെയിലും ദ കുക്സ് ടെയിലും. ഇവ രണ്ടും അൺഫിനിഷ്ഡ് ടെയിൽസ് ആണ്. പ്രൊലോഗ് ടു ദ കാൻറ്റർബറി ടെയിൽസ് ആണ് സിലബസിൽ തന്നിട്ടുള്ളത്. ഈ ഒരു പ്രൊലോഗ് ചോസർ 29 പിൽഗ്രിംസിനെ കുറിച്ചും അവരുടെ സോഷ്യൽ സ്റ്റാറ്റസ്, അപ്പിയറൻസ് ഇതൊക്കെയാണ് ഇതിൽ പറയുന്നത്. Pilgrims represent all sections of the society and it contains 858 lines in total. ഈ പ്രൊലോഗിൽ 858 ലൈൻസ് ആണ് ടോട്ടലായിട്ട് ഉള്ളത്. കാൻറ്റർബറി ടെയിൽസിലെ പ്രൊലോഗ് ശരിക്കും മിഡിൽ ഏജിലേക്കുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമുക്ക് കണക്കാക്കാം. ഇതിലുള്ള 29 പിൽഗ്രിംസിലൂടെയും ചോസർ പോർട്രേ ചെയ്യുന്നത് അന്നത്തെ സൊസൈറ്റിയിലെ എല്ലാ വിഭാഗം ആൾക്കാരെയുമാണ്. നൊബിലിറ്റി ഓർ റൂളിംഗ് ക്ലാസ്സസ്, ക്ലർജി പീപ്പിൾസ്, മിഡിൽ ക്ലാസ്സസ് ആൻഡ് വർക്കിംഗ് പീപ്പിൾസ്, ഇവരൊക്കെയാണ് ഇതിലുള്ള ആ ഒരു 29 പിൽഗ്രിംസിലുള്ള ആ സൊസൈറ്റിയിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ആൾക്കാർ. ഈ 29 പിൽഗ്രിംസിലൂടെ അന്നത്തെ സൊസൈറ്റിയുടെ ഒരു പിക്ചർ തന്നെ ചോസർ ഇവിടെ പോർട്രേ ചെയ്യുന്നുണ്ട്. സറ്റയറും റിയലിസവും മിക്സ് ആക്കിയാണ് ചോസർ ഇത് എഴുതിയത്. കാൻറ്റർബറി ടെയിൽസ് വേഴ്സ് ഫോമിൽ എഴുതിയ വർക്കാണ്. ബട്ട് ഇതിൽ 2 എണ്ണം പ്രോസ് ടൈപ്പ് ഉള്ളതാണ്. അത് ദ പാസേൺസ് ടെയിലും ദ ടെയിൽ ഓഫ് മെലിബിയോ ആണ് പ്രോസ് ടെയിലായിട്ട് ഇതിലുള്ളത്. ഇനി ഇതിൽ ചോസർ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഫസ്റ്റ് പിൽഗ്രിം നൈറ്റും ആൻഡ് ലാസ്റ്റ് പിൽഗ്രിം പാസനുമാണ്. ഇനി ഇതിൻ്റെ ഓപ്പണിംഗ് ലൈൻസ് ചോസർ ഡിസ്ക്രൈബ് ചെയ്യുന്നത് സ്പ്രിംഗ് സീസണിലാണ്. ഏപ്രിൽ മാസത്തെയാണ് ഫസ്റ്റ് ചോസർ മെൻഷൻ ചെയ്യുന്നത്. ഈ ഒരു സ്പ്രിംഗ് സീസൺ സിംബലൈസ് ചെയ്യുന്നത് റീബർത്ത് ആൻഡ് റിന്യൂവൽ ഓഫ് ദ സൊസൈറ്റിയാണ്. ഇതിൽ സഫൈറസ് എന്ന വേർഡ് കാണാം. ഇത് മീൻ ചെയ്യുന്നത് വെസ്റ്റ് വിൻഡിനെയാണ്.
Zephyrus most commonly refers to the Greek god of the west wind. ഇനി ഇതിൽ റാം എന്ന ഒരു നെയിം കാണാം. ഇതുകൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത് സോഡിയാക് സൈനെയാണ്. സോഡിയാക് സൈനിലെ എരീസിനെയാണ് ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി ഇതിലുള്ള പാൽമേഴ്സ് എന്നൊരു വേർഡ് കാണാം. ഇതുകൊണ്ട് മീൻ ചെയ്യുന്നത് റിലീജിയസ് പിൽഗ്രിംസിനെയാണ്. ഇനി നമുക്ക് ഓരോരുത്തരുടെ ആയിട്ട് നോക്കാം. ഇതിൽ ഫസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്യുന്ന ക്യാരക്ടർ നൈറ്റ് ആണ്. സോ നൈറ്റ്, ഹി ഈസ് ആൻ ഐഡിയൽ ഹീറോ ആൻഡ് ഹി ഈസ് എ ട്രൂ ഷിവൽറിക് നൈറ്റ്. ഇദ്ദേഹത്തെ ഒരു വേർത്തി മാനായിട്ടാണ് ചോസർ ഇവിടെ പോർട്രേ ചെയ്യുന്നത്. ആൻഡ് ഹി വോൺ 15 ബാറ്റിൽസ് ഇൻ ഡിഫറെൻറ്റ് കൺട്രീസ്, പ്ലേസ് ലൈക്ക് അലക്സാൻഡ്രിയ, പ്രഷ്യ, ലിത്വാനിയ, നോർത്ത് ആഫ്രിക്ക, ഗ്രാനഡ എക്സെട്ര. നൈറ്റും ക്രൂസൈഡ്സുമായിട്ട് റിലേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ഇതിൽ. ക്രൂസൈഡ് മീൻസ് കുരിശുയുദ്ധം. ദെൻ ഹി സ്റ്റാൻഡ്സ് ഫോർ ട്രൂത്ത്, ഹോണർ, ഫ്രീഡം. ഇനി ഇദ്ദേഹം വോർ ചെയ്തിരിക്കുന്നത് സിമ്പിൾ ക്ലോത്ത്സ് ആണ്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ചോസർ അഡ്മയർസ് ഹിം. ചോസർ സേസ് ഹി ഈസ് മീക്ക് ആസ് എ മെയ്റ്റ് ബിക്കോസ് പുറമെ അദ്ദേഹം നല്ലൊരു വാരിയറാണ്, ബട്ട് ഇൻ ദ ഇൻസൈഡ് ഹി ഈസ് വെരി സോഫ്റ്റ് ആൻഡ് ജെൻറ്റിൽ. അദ്ദേഹം വെൽ പൊളൈറ്റഡ് ആയിട്ടുള്ള ഒരാളാണ്, വെൽ മാനേർഡുമാണ്. He never used bad language or insulted others. ഇത്രയാണ് നൈറ്റിനെ കുറിച്ചിട്ട് ഇവിടെ പറയുന്നത്.